ഇവിടെ കോഴികളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ തനി നാടൻ കോഴികളാണല്ലോ, നല്ല ഇണക്കമുള്ളതാണ്, പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ചില വ്യത്യാസമുണ്ട്. ഇത് ഒരു നാടനല്ല, ഒരു ക്രോസാണ്. അങ്ങേപ്പുറത്തേക്ക് നാടനാണ്, ഇത് ഒരു നാടൻ്റെ ഒരു ക്രോസാണ്. ഇത് നമ്മുടെ ഗ്രാമശ്രീയാണ്, അത് മറ്റേതായിട്ട് നമുക്കറിയാം. ഇപ്പോൾ യഥാർത്ഥ നാടൻ കോഴി എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതിനൊക്കെ ഇത്രയും വലിപ്പമേ ഉള്ളൂ. ഈ ഗ്രാമശ്രീ എന്ന് പറഞ്ഞാൽ അധികം ഇണങ്ങത്തില്ല. അഴിച്ചു വിട്ടാനൊക്കെ ഗ്രാമശ്രീ നല്ലതാണ്, പക്ഷേ അത് ആ ഒരു ബ്ലോക്കിൻ്റെയൊക്കെ ഒരു ക്രോസുമായിട്ട് അതിൻ്റെ ആ ഒരു വണ്ണവും നടപ്പുമൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ മുട്ടയ്ക്ക് കുറച്ചുകൂടെ ഒരു ബ്രൗൺ നിറമാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രാമശ്രീ കോഴിയുടെ ഇതെന്നാന്ന് വെച്ചാൽ അതിനൊരു അത് പൊരുന്നത്തില്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം അത് ഇപ്പം ഇത് കാണിക്കുന്നത് ഇവിടെ ഒരു 3 മുട്ട വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഒരു നമ്മുടെ കരിയില കോഴി എന്ന് പറയുന്ന ചെറിയ ഇതാണ് യഥാർത്ഥ നാടൻ കോഴി. അതിനെ ഞാൻ കാണിച്ചു തരാം. ഇതുമായിട്ട് ഇപ്പം ഇത് ഒരു 60-ാം കോഴി എന്ന് പറയുന്നതിൻ്റെ ഒരു മുട്ടയാണ്. പക്ഷേ അത് പിന്നീട് ഏതോ കോഴിയൊക്കെ ആയിട്ട് മിക്സായിട്ട് വന്നേക്കുന്ന ഒരു വെറൈറ്റിയാണത്. അപ്പം ഇതാണ് നമ്മുടെ യഥാർത്ഥ നാടൻ കോഴി എന്ന് പറയുന്നത്. ഇതിൻ്റെ മുട്ട ചെറുതാണ്. അപ്പോൾ ഇത് തേര് പൊരുന്നിക്കൊണ്ടിരിക്കും. ഓരോ 5-6 മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊരുന്നും. അപ്പോൾ ഇതിനെ ആൾക്കാർ വളർത്തത്തില്ല, ഇതിനെ നഷ്ടമാണ്. ഇതിൻ്റെ മുട്ട ചെറുതാണ്. ഇതാണ് യഥാർത്ഥ നാടൻ കോഴി എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ടാണ് 90-ാം കോഴി എന്ന് പറയുന്നത്. 90-ാം കോഴി ഞാൻ അവിടെ കണ്ടിട്ടില്ല, അത് അങ്ങേയറ്റത്ത് നിൽപ്പുണ്ട്. ഞാൻ ഒരു മിനിറ്റ് കാണിക്കാം. ഇതാണ് 60-ാം കോഴി എന്ന് പറയുന്ന കോഴി. ഇതൊരു നാടൻ കോഴിയാണ്, പക്ഷേ കരിയില കോഴിയുടെ അത്രയും വരത്തില്ല. ഇതും പെട്ടെന്ന് പൊരുന്നു. ഇതിനും അതിനേക്കാൾ ഇച്ചിരിയും കൂടെ വലിപ്പം ഇതിൻ്റെ മുട്ടയ്ക്കുണ്ടെന്നുള്ളേ ഉള്ളൂ. കണ്ടല്ലോ, അപ്പം തെക്കിച്ചഴിഞ്ഞൊക്കെ തിന്നോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു ശല്യവുമില്ല, വേറെ ഒരിടത്തും പോകത്തില്ല. അപ്പം 60-ാം കോഴിയാണ് പൊരുന്ന് വെക്കാൻ നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് പൊരുന്ന് ഇത് നിൽക്കും, പെട്ടെന്ന് ഇത് കുഞ്ഞുങ്ങളെ ഓടിച്ചിട്ട് പിന്നെയും പൊരുന്നു. 60-ാം കോഴി കുറച്ചുകൂടെ ഒരു വിദേശ ഇതുമായിട്ട് ക്രോസായി വന്നുകൊണ്ട് അതിന് അതിൻ്റെയൊക്കെ ഒരു കുറച്ചുകൂടി ഒരു കാലതാമസം എടുക്കും. ഇതെന്ന് പറഞ്ഞാൽ പിന്നെയും പൊരുന്നു, പിന്നെയും മുട്ടയിടും. മുട്ടയിടൽ ഭയങ്കര കുറവാണ്, പിന്നെ അത് പെട്ടെന്ന് പൊരുന്നു. അങ്ങനെയാണ്. മറ്റേത് കുറച്ചുകൂടി ഒരു കാലതാമസമുണ്ട്, കുറച്ചുകൂടെ മുട്ട കിട്ടും. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന മാഷെ ഒരു മാസം ഒരു വർഷം ഒരു 10-60 മുട്ട കിട്ടും. അപ്പം മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു 80 ഒക്കെ കിട്ടും. അപ്പോൾ ഗ്രാമശ്രീയൊക്കെ നല്ല 200 മുട്ട കിട്ടും. അതാണ് ഈ നാടൻ കോഴിയുടെ മുട്ട വില വ്യത്യാസം വരാനുള്ള കാര്യമാണ്. നാടൻ കോഴിയൊന്നും അങ്ങനെ വളർത്താനായിട്ട് അങ്ങനെ എളുപ്പമല്ല. മുട്ടയുടെ രുചിയൊക്കെ ഏകദേശമൊക്കെ സെയിമൊക്കെ തന്നെയാണ്, അതിൻ്റെ സംശയമൊന്നുമില്ല. അപ്പം ഇത് നമ്മുടെ ഒരു കോഴിക്കോട് ഞാനിപ്പോൾ ഒരു കാര്യം, ഞാൻ അടിയിൽ ഇതില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ കമ്പി ഇങ്ങനെ കെട്ടി വെച്ചേക്കുക, കമ്പി വെച്ചുകൊണ്ട്. അപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ മുകളിൽ ഈ മരത്തെ കയറി കോഴിയിരിക്കും, താവോട്ട് തീട്ടം വീഴും. ആ കമ്പിക്ക് ഇടയിൽ കൂടെ തീട്ടം ഇവിടെ കിട്ടും. അപ്പം നമ്മൾ ആ തീട്ടം ആ കുഴിക്കകത്ത് ഇങ്ങനെ കടന്നോളും. ഈ കമ്പിയെ കൂടെ ഇതിങ്ങനെ ചവിട്ടി പോകുന്നതുകൊണ്ട് കോഴിക്ക് ഒരു രോഗങ്ങളും വരത്തില്ല. അപ്പം നാടൻ കോഴി ഇങ്ങനെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും അതിന് ഒരു ഇതും എന്നാ പറയുക, പ്രതിരോധ കുത്തിവയ്പ്പൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ ഗ്രാമശ്രീ പോലെയുള്ളതിനും വിദേശ ഇനത്തിനുമൊക്കെയാണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും നഷ്ടമാണ്. മറ്റേ നിങ്ങൾ ഈ BV 300 എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ നിങ്ങൾ വളർത്തുമ്പോൾ ഇതിന് കമ്പനി തീറ്റ തന്നെ കൊടുക്കണം. അത് ആ കൂട്ടിലിട്ട് തന്നെ അനങ്ങാതെ നിന്ന് വളരുന്നതുകൊണ്ടാണ് അത് മുട്ട കൂടുതലിടുന്നതും അതിന് വളർച്ചയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗ്രാമശ്രീ അതും മറ്റേ നാടനുമായിട്ടുള്ള ക്രോസാണ്. പൊരുന്നാത്തതുകൊണ്ട് ഇതൊക്കെ ഒത്തിരി ഗവേഷണം നടത്തി എടുക്കുന്നത്. പൊരുന്നാത്തതുകൊണ്ട് അത് കൊമേഴ്ഷ്യലായിട്ട് നിങ്ങളുടെ വീട്ടിൽ മുട്ടയ്ക്ക് ആവശ്യമുണ്ടെങ്കിലും അതായിരിക്കും നല്ലത്. പക്ഷേ ഞാനൊരു നാടൻകോഴി പ്രേമിയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ നാടൻ കോഴിയെ വളർത്തുന്നില്ല. നാടൻ കോഴി ഒരിക്കലും എക്കോണമിക്കലല്ല, അത് ലാഭകരമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു ഡ്രോൺ വെച്ചടിച്ച് അവിടുത്തെ പ്ലാവ് മാവ്, ആ പ്ലാവ് എല്ലാം നശിപ്പിച്ചു. ആ പുള്ളിയുടെ ഇല മുഴുവൻ താഴെ വീണു. അപ്പം കേസ് കൊടുക്കാൻ ചെന്നപ്പം അവന്മാരാണ് പറഞ്ഞത് കേസൊന്നും കാണത്തില്ല, ഇത് സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. എനിവേ, ഇതിപ്പം കോഴിയുടെ ഒരു വളർത്തലിന് വേണ്ടി നമ്മൾ എടുത്ത വീഡിയോ ആണ് എന്നുള്ളത്. എന്നാൽ ശരി ഗേസ്, ഗുഡ് ബൈ.